Welcome to Standard 9 Mathematics class, Chapter 1 Pairs of Equations അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിൻ്റെ പാർട്ട് 8 ആണ്. അപ്പോൾ പാർട്ട് 8 പേജ് 16 രണ്ട് പ്രോബ്ലംസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് പാർട്ട് 6 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഒരു കുട്ടി പറഞ്ഞു. ആ കുട്ടിക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. 2x plus 3y is equal to 110, 2x plus 5y is equal to 170. ഈ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. അതായത് രണ്ടിലും 2x എന്ന ടേംസ് ഉണ്ട്, അതായത് സെയിം ടേംസ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമിനെ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. 2ൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്യാമെങ്കിൽ, ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്റ്റ് ചെയ്യാമെങ്കിൽ 2x മൈനസ് 2x 0 എന്ന് കിട്ടും. 5y മൈനസ് 3y 2y എന്ന് കിട്ടും. 170 മൈനസ് 110 എന്നത് 60 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് 1 ഇംപ്ലൈസ് 5y മൈനസ് 3y 2y ഇസ് ഈക്വൽ ടു 170 മൈനസ് 110 60. 2yയുടെ വാല്യൂ 60 ആകുമ്പോൾ yയുടെ വാല്യൂ എന്ന് പറയുന്നത് 60/2, അതായത് 30. ഇനി ഇക്വേഷൻ 1ലേക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയ 30 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2x പ്ലസ് 3 ഇൻറ്റു വൈക്ക് പകരം 3yക്ക് പകരം 3 ഇൻറ്റു 30 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 110. ഇനി 3 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ 90 ആണ്. അപ്പോൾ 2x പ്ലസ് 90 ഇസ് ഈക്വൽ ടു 110. 2x ഇസ് ഈക്വൽ ടു 110 മൈനസ് 90, അതായത് 20 എന്ന് കിട്ടുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20/2, അതായത് 10. ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നത് നോക്കാം. 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 66, 6x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 72. ഈ രണ്ട് ഇക്വേഷൻസിലും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലെ അല്ല. ആദ്യത്തേത് 3xും രണ്ടാമത്തേത് 6xും ആണ്. ഇനി വൈയുടെ കോഎഫിഷ്യൻസും ഒരുപോലെയല്ല. ഒന്നിൽ 4y മറ്റേത് 3y. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്താൽ എക്സും ക്യാൻസൽ ആവില്ല, വൈയും ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സിൻ്റെയോ വൈയുടെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കാൻ നോക്കുന്നു. ഇത് 6x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെയും കൂടെ 6x എന്നാക്കാം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യരുത്, എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3xനെയും 4yയെയും 66നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3x ഇൻറ്റു 2 6x, 4y ഇൻറ്റു 2 8y, 66 ഇൻറ്റു 2 132. അപ്പോൾ അത് ഇക്വേഷൻ 3 എന്ന് എഴുതി. ഇനി ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്റ്റ് ചെയ്യാം. കാരണം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6x ആണ്, അത് ക്യാൻസൽ ആയി പൊക്കോളും. അപ്പോൾ 8y മൈനസ് 3y എന്നത് 5y, 132 മൈനസ് 72 എന്നത് 60. വൈയുടെ വാല്യൂ 60/5, അതായത് 12. ഇനി കിട്ടിയ വൈയുടെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും 1ലോ 2ലോ 3ലോ ഇട്ട് കൊടുത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു 12 എന്ന വാല്യൂ 1ൽ ഇട്ട് കൊടുക്കുന്നു. 3x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 66 ആണ് ഇക്വേഷൻ 1. അപ്പോൾ അവിടെ 3x പ്ലസ് 4 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 12 എന്ന് കൊടുത്തിരിക്കുന്നു. 4 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 66. 4 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 48. അപ്പോൾ 3x പ്ലസ് 48 ഈസ് ഈക്വൽ ടു 66. ഇനി ഈ 48 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 48 ആകും. 3x ഈസ് ഈക്വൽ ടു 66 മൈനസ് 48, അതായത് 18. 3xൻ്റെ വാല്യൂ 18 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 18/3, അതായത് 6. ഇനി നമുക്ക് പേജ് 16 പ്രോബ്ലംസ് ചെയ്യാം. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the lengths of the pieces? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി, 1 മീറ്റർ അതായത് 100 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി. ആ കമ്പി രണ്ടാക്കി മുറിക്കുന്നു, 2 പീസാക്കുന്നു.
അതിലൊരു പീസ് എടുത്ത് എന്തുണ്ടാക്കുന്നു? ഒരു സമചതുരം ഉണ്ടാക്കുന്നു. മറ്റേ പീസ് എടുത്ത് ആരെ ഉണ്ടാക്കുന്നു? സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഒരു വശം എക്സ് എന്നെടുക്കുന്നു നമ്മൾ, കാരണം 4 വശം തുല്യമാണല്ലോ സമചതുരത്തിൻ്റെ. ഇനി സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് y എന്നും കൊടുക്കാം. അപ്പോൾ 3 വശം തുല്യമായതുകൊണ്ട് അത് മൊത്തം 3y വരും. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പീസ് എന്ന് പറയുന്നത് 4x ആണ്. കാരണം ഈ പീസ് ചുറ്റിയാണ് നമ്മൾ ആരുണ്ടാക്കിയത്? സമചതുരം ഉണ്ടാക്കിയത്. ഈ പീസ് എടുത്താണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മൊത്തം 3y ആണ്. ഇനി നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വിലകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ എക്സ് മൊത്തം എത്രയുണ്ട്? 4x ഉണ്ട്. 4xും ഈ 3yയും, ഈ y തന്നെ, ഇത് 3y ആണല്ലോ, കാരണം ഇത് മൊത്തം സമഭുജ ത്രികോണം ഉണ്ടാക്കി ഓരോ വശവും y വീതം, അപ്പോൾ മൊത്തം 3y. ഈ 4xും ഈ 3yയും കൂടെ കൂടുമ്പോൾ 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷനായി 4x + 3y = 100 സെൻറ്റിമീറ്റർ. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ 3 മടങ്ങ്. സമചതുരത്തിൻ്റെ ഒരു വശം x ആണ്, 3 മടങ്ങ് 3x. സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം y ആണ്, അതിൻ്റെ 2 മടങ്ങ് 2y. 3x + 2y എന്ന് പറയുന്നത് 71 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ആയി. ഒന്ന് 4x പ്ലസ്, അതായത് 4x + 3y = 100 സെൻറ്റിമീറ്റർ, 100. 3x + 2y = 71. 2 ഇക്വേഷൻസ് ആയി. ഓഫ് ദി വയർ 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ. കമ്പിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അത് എക്സ് 1 2 3 4 എക്സുകൾ ചേർന്ന് 4xും 3 വൈകൾ ചേർന്ന് 3y, 4x + 3y ആണ് മൊത്തം നീളം, കമ്പിയുടെ മൊത്തം നീളം. അതായത് സമചതുരത്തിൻ്റെ ഒരു വശം എക്സ്, അങ്ങനത്തെ 4 എക്സുകൾ. അപ്പോൾ ഇവിടെ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ആൻഡ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ റെസ്പെക്റ്റീവ്ലി. അതായത് സ്ക്വയറിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ്, ഒന്ന് സ്ക്വയറിൻ്റേത് എക്സും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റേത് വൈയും. സമചതുരത്തിൻ്റെ ഒരു വശം എക്സ്, സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം വൈ. അപ്പോൾ 4x + 3y എന്ന് പറയുന്നത് 100. ഇനി ഇതിൻ്റെ 3 മടങ്ങ്, ഇതിൻ്റെ ഒരു വശത്തിൻ്റെ 3 മടങ്ങ് 3x പ്ലസ് ട്വൈസ് ദ സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അത് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ട്വൈസ് ദ 2 ടൈംസ് ദ സൈഡ് ഓഫ് ദ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അത് 2y, അത് 71. ഇനി നമുക്ക് ഇവിടെ 2 ഇക്വേഷൻ നോക്കിക്കുക, 1ഉം 2ഉം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലെയല്ല, വൈയുടെ കോഎഫിഷ്യൻ്റ് ഒരുപോലെയല്ല. ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യൻ്റ് ഒരുപോലെയല്ല. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരുപോലെയാണ്, പക്ഷേ ഇത് രണ്ടും ഒരുപോലെയല്ല. ഇത് രണ്ടും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യാമായിരുന്നു. 4x + 3x 7xും ഇതും 4y വന്നിരുന്നെങ്കിൽ 7y വന്നേനെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് x + yയും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് x - yയും കിട്ടിയേനെ. പക്ഷേ ഇവിടെ ഇത് രണ്ടും ഈക്വൽ അല്ല. ഈ കോഎഫിഷ്യൻ്റ് 4 ആണെങ്കിൽ ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കുക. ഇവിടെ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 6y ആകും. ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 6y ആകും. അങ്ങനെ വൈയുടെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കാം. ഇനി അതല്ല, എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഒരുപോലെ ആക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x ആകും. സെക്കൻഡ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x ആകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്വേഷൻ 1നെ 3 കൊണ്ടും ഇക്വേഷൻ 2നെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 12x + 3 × 3 9y, 3 × 100 300. ഇനി ഇക്വേഷൻ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12x + 4 × 2 8y, 71 × 4 284. ഇനി രണ്ടും സബ്ട്രാക്ട് ചെയ്യാം. 3 - 4 ആകുമ്പോൾ 9y - 8y, വൈയുടെ വാല്യൂ കിട്ടും 16 എന്ന് കിട്ടും. ഇനി വൈയുടെ വാല്യൂ 16 എന്ന് കിട്ടിയാൽ ഇക്വേഷൻ 1 നോക്കുക, 4x = 100 - 3y എന്ന് എഴുതാം. അപ്പോൾ അവിടെ 3 × വൈയുടെ സ്ഥാനത്ത് 16 എന്ന് കൊടുക്കുന്നു, 52. അപ്പോൾ കമ്പി മുറിച്ചത് 4x നീളത്തിലും 3y നീളത്തിലുമാണ്. 4x എന്ന് പറയുന്നത് 52 ആണ്, 3y എന്ന് പറയുന്നത് 3 × 16 48 ആണ്. അപ്പോൾ കമ്പി ഇത്രയും നീളം 52, മറ്റേ നീളം 48 ആണ്. അപ്പോൾ കമ്പി മുറിച്ചത് 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും നീളത്തിലാണ്. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു.
2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം, അതായത് റഹീംസ് പ്രസൻറ്റ് ഏജ് എക്സ് എന്നെടുക്കുക. രാമൂസ് പ്രസൻറ്റ് ഏജ്, അതായത് രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം വൈ എന്നെടുക്കുക. ഇനി 4 years ago റഹീംസ് ഏജ്, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എത്രയായിരുന്നു? എക്സ് മൈനസ് 4. 4 വർഷം മുമ്പ് രാമുവിൻ്റെ പ്രായം, അതായത് 4 years ago രാമൂസ് ഏജ് വൈ മൈനസ് 4. ഇനി പറയുന്നു 4 വർഷം മുമ്പുള്ള റഹീമിൻ്റെ പ്രായം 4 വർഷം മുമ്പുള്ള രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണെന്ന്. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എക്സ് മൈനസ് 4 ആയിരുന്നു. 4 വർഷം മുമ്പ് ആരുടെ പ്രായമാണ്? അതായത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു വൈ മൈനസ് 4. 3 ഇൻറ്റു വൈ മൈനസ് 4. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 3y മൈനസ് 3 ഇൻറ്റു 4 12. 3y മൈനസ് 12 എന്ന് കിട്ടുന്നു. ഈ 3y ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് എക്സ് മൈനസ് 3y എന്നാകുന്നു. ഈ മൈനസ് 4 റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 4 ആകുന്നു. ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നതിന് വരെ സബ്ട്രാക്ട് ചെയ്തു. വലിയ ഇതിൻ്റെ സൈൻ കൊടുത്തു. അതായത് മൈനസ് 12 പ്ലസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 8. അത് എക്സ് മൈനസ് 3yയുടെ വാല്യൂ ആണ്. ഇനി 2 വർഷം കഴിഞ്ഞ്, അത് ഇക്വേഷൻ 1 എന്നെടുക്കുക. 2 വർഷം കഴിഞ്ഞ റഹീമിൻ്റെ പ്രായം, അതായത് റഹീമിന് ഇപ്പോഴുള്ള പ്രായം എക്സ് ആണല്ലോ. 2 വർഷം കഴിഞ്ഞുള്ള റഹീമിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 2 years റഹീംസ് ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 കൂട്ടുക, എക്സ് പ്ലസ് 2. ആഫ്റ്റർ 2 years രാമൂസ് ഏജ്, 2 വർഷം കഴിഞ്ഞ് രാമുവിൻ്റെ പ്രായം എന്താണ്? ഇപ്പോഴത്തെ പ്രായമായ വൈയുടെ കൂടെ 2 കൂട്ടുന്നു, വൈ പ്ലസ് 2. ഇനി രാമുവിൻ്റെ പ്രായവും റഹീമിൻ്റെ പ്രായവും 2 വർഷം കഴിഞ്ഞാലുള്ള ബന്ധം എങ്ങനെയാണ്? റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാണ്. രാമുവിൻ്റെ പ്രായം വൈ പ്ലസ് 2 ആണല്ലോ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വൈ പ്ലസ് 2 എന്നെടുക്കണം. അപ്പോൾ റഹീമിന് 2 വർഷം കഴിഞ്ഞ് എക്സ് പ്ലസ് 2 ഏജ് ആകും. അപ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 വർഷം കഴിഞ്ഞുള്ള രാമുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ്, അതായത് വൈ പ്ലസ് 2 ഇൻറ്റു 2. ഇനി ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 2y പ്ലസ് 2 ഇൻറ്റു 2 4 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സ് മൈനസ് 2y, ഈ 2y ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, മൈനസ് 2y ആകുന്നു. ഈ 2 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 2 ആകും, 4 മൈനസ് 2 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. എക്സ് മൈനസ് 3yയുടെ വാല്യൂ മൈനസ് 8 ആയിരുന്നു ഇക്വേഷൻ 1. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാമെങ്കിൽ എക്സ് മൈനസ് എക്സ് 0 എന്ന് കിട്ടുന്നു. മൈനസ് 2y മൈനസ് മൈനസ് 3y, അതായത് മൈനസ് 2y മൈനസ് മൈനസ് 3y എന്ന് പറയുമ്പോൾ 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആകും, മൈനസ് 2y പ്ലസ് 3y എന്നാകുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 3y മൈനസ് 2y, അതായത് y എന്ന് കിട്ടുന്നു. 2 മൈനസ് മൈനസ് 8 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 8 ആണ്, അത് 10 എന്ന് കിട്ടുന്നു. അങ്ങനെ വൈയുടെ വാല്യൂ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ, എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 എന്ന ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2y എന്ന് കിട്ടുന്നു. അതായത് 2y, വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു 10. 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 20. 2 പ്ലസ് 20, അതായത് 22 എന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. അതായത് റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം, പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം എന്നത് 22, പ്രസൻറ്റ് ഏജ് ഓഫ് രാമു എന്ത് കിട്ടുന്നു? 10 എന്ന് കിട്ടുന്നു.